എത്തിയതാ. സുഖമായിട്ട് വീട്ടിലിരിക്കാനും സമ്മതിക്കില്ല. എനിക്ക് ചിരിക്കണം, എനിക്ക് ചിരിക്കണം, എനിക്ക് കളിക്കണം, എനിക്ക് ഓടണം, എനിക്ക് ചാടണം. പടി 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 പഠിക്കണം. എനിക്ക് മനസ്സില്ല പഠിക്കാൻ. എനിക്ക് പഠിക്കണ്ട, ഞാൻ ഓടുവാ. എന്താ പ്രശ്നം? എനിക്ക് ഒന്നാമത് എനിക്ക് തലവേദന അടിക്കോ. എന്റെ സ്വഭാവം മാറ്റല്. പോടാ. ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിനക്ക് എന്ത് പറ്റി? നീ എന്നോടെങ്കിലും പറ, എന്ത് പറ്റി? എനിക്ക് ഒരുപാട് പ്രശ്നമുണ്ട്. ഞാൻ എൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ നിനക്കൊന്നും മനസ്സിലാവുള്ളൂ. പോടാ. ഞാൻ ഇനി നിന്നോടും മിണ്ടത്തില്ല, നീ എന്നോടും മിണ്ടത്തില്ല. ചെണ്ട മണ്ട തലമുണ്ട. പോടാ. ഇതൊക്കെ ഞാൻ കുറെ കണ്ടിട്ട് പറയാം. ഗൗറി, നിന്റെ പ്രശ്നം എന്തുവാ? നീ ശരൺ എന്തോ പറഞ്ഞേ? നിന്റെ പ്രശ്നം എന്തോ ഗൗറി? നീ ശരൺ എന്തോ പറഞ്ഞേ? നിനക്കാണ് നീ സംസാരിക്കണ്ടേ? അണ്ണ, എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ ഇവിടെ ചുമ്മാതൊന്ന് ഇരുന്നോട്ട്. ഗൗറി, നീ ആരോട് പറയുന്ന വല്ല ബോധമുണ്ടോ? നിന്റെ അണ്ണനോട് നീ സംസാരിക്കുന്നേ? എന്നെ ഞാൻ എന്ത് ചെയ്യും റബ്ബേ? മാറില്ലേ? എന്നോട് കാര്യം പറയും. മോളെ, നിനക്ക് എന്താ പറ്റിയത്? എന്നെ ആർക്കും ഇഷ്ടമല്ല. ഞാൻ എന്ത് കുറ്റം ചെയ്താലും അത് കുറ്റം. എനിക്ക് നിങ്ങളുടെ സ്നേഹം വേണ്ട. എല്ലാവർക്കും മോളെ ഇഷ്ടമാണ്. അവര് നിന്റെ കുറ്റങ്ങളെല്ലാം മാറ്റി നല്ല മോളാവാൻ വേണ്ടിയാ അവര് പറഞ്ഞു തരുന്നത്. അതൊക്കെ നീ ഒരു ദേഷ്യമായിട്ടാണ് നീ കരുതുന്നത്. എന്നാൽ ഇങ്ങനെയും ഉണ്ടോ? എന്നെ ആരും വഴക്ക് വരേണ്ട ഒരു കാര്യമില്ല. നിന്റെ ഈ സംസാരം കേട്ടിട്ട് എനിക്ക് ചൊറി കയറുന്നുണ്ട് കേട്ടാ. നിർത്തിക്കണം നിന്റെ സംസാരം. നീ ആരാണെന്നാ നിന്റെ വിചാരം? കൊച്ചുകുട്ടികൾക്ക് ഇത്ര അഹങ്കാരം പാടില്ല. ഓ, ഇവന് ഞാൻ ഇന്ന് തട്ടും. അണ്ണ ഒന്ന് ഇവനെ വിളിച്ചോണ്ട് പോ. അവൻ പറഞ്ഞത് ഒരു തെറ്റുമില്ല. തെറ്റെല്ലാം നിന്റേത്. നിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനോട് നീ ഇങ്ങനെയൊക്കെയാണോ പെരുമാറേണ്ടത്? പടച്ചവനെ, ഈ ഉപദേശം ഞാൻ മടുത്ത്.
ഞാൻ നിന്നോട് സ്നേഹത്തിലും കാര്യം പറഞ്ഞു, ദേഷ്യത്തിലും കാര്യം പറഞ്ഞു. ഇത് രണ്ടും നിനക്ക് മനസ്സിലായില്ല. ഇനി നീ എന്റെ സ്വഭാവം കാണും. ഇങ്ങനെയാണോ നീ മറ്റുള്ളവരെ പെരുമാറേണ്ടത്? ഞാൻ കമ്പെടുക്കണോട്. മറ്റുള്ളവർ നിങ്ങളാണ് പെരുമാറേണ്ടത്. ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ കമ്പെടുക്കണോ? ഇനി ഇവിടെ ഇങ്ങനെ വിട്ടാ പറ്റത്തില്ല. ഈ ചെലവെടുത്ത് അവളെ അടിച്ചു കൊല്ലണം. കൊണ്ടുവരാ ചെലവ് അവിടെ. നിനക്ക് ഇത്ര വലിയ ചെലവ് നിനക്ക് എവിടെ നിന്ന് കിട്ടി? സ്വന്തം കൂട്ടുകാരെ അടിച്ചു കൊള്ളുമ്പോൾ നിനക്ക് സന്തോഷമാണ് കിട്ടുന്നത്. നീ ഒരു കൂട്ടുകാരനാണോ? നിനക്ക് മനസാക്ഷിയില്ലേ? ക്ഷമിക്കുന്നതിനും പരിചയമില്ല എന്ന. എടാ ഷാദു, തെറ്റ് ചെയ്യുന്ന കുഞ്ഞുങ്ങളെ ചെലവെടുത്ത് അടിക്കാൻ നിന്ന ഭൂമിയിൽ ഏതെങ്കിലും ഒരു കുഞ്ഞു ബാക്കി കാണുമോ? ഞാനാ അപ്പൊ ഇവിടുത്തെ കുറ്റക്കാരൻ. കാര്യത്തോടടുത്തപ്പോ അണ്ണനും തമ്മി ഒന്ന്, ഞാൻ ഔട്ട്. അങ്ങനെ വരൂ. അണ്ണനുമായി തങ്കച്ചിയുമായി നിങ്ങളുമായി നിങ്ങളുടെ പാടുമായി ഞാൻ പോവാനേ. നിങ്ങളുമായിട്ടുള്ള ഇടപാട് ഞാൻ വിട്ടു. എൻ്റെ വഴി തനീ വഴി. ഷാദു, ഇന്ന് വാ ഷാദു, ഒരു കാര്യം പറയട്ടെ. എന്താ? ചൂടാവല്ലേ മോനെ, ഞാനൊരു കാര്യം പറയട്ടെ. വാ, നമുക്ക് അവിടെ ഇരിക്കാം. നിസാര കാര്യങ്ങൾക്ക് നമ്മൾ പിണങ്ങരുത്. നൗറേ, ആവശ്യമില്ലാതെ വഴക്കുകൂടുകയും അടിയുണ്ടാക്കുകയും ചെയ്യരുത്. ശരിയാണ്. ഇനി ഞാൻ വഴക്ക് കൂടത്തില്ല. പക്ഷേ ഞാനിനോട് ഒന്നും കൂടിയും പറഞ്ഞ് മനസ്സിലാക്കണം. അവൻ മറന്നു പോകും. എന്താ അവൻ ഇട്ട് എനിക്ക് ഒന്നും കൂടെ താങ്ങും. ഞാൻ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ആദ്യമേ അവനെ പറഞ്ഞ് മനസ്സിലാക്കും. നിർത്ത്. ഞാൻ ഇത്ര നേരം പറഞ്ഞത് ആരോടാ? ദേഷ്യം ഉണ്ടാക്കുന്നില്ല നിങ്ങളോട് പറഞ്ഞത്. മനസ്സിലായോ? മനസ്സിലായല്ലോ. ഇനി ഞാൻ കുഴപ്പമുണ്ടാക്കത്തില്ലല്ലോ. ഞാനും ഒരു കുഴപ്പം ഉണ്ടാക്കത്തില്ല അമ്മ. ശരി ശരി, ഇനി ആരും വഴക്കുണ്ടാക്കരുത്. നമുക്കെല്ലാം മറന്ന് നമുക്ക് കളിക്കാൻ പോകാം. എന്താ ഇത്? എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണല്ലോ. ആ ഉച്ചക്കാതെ എപ്പം വന്ന്? വീട്ടിൽ ഒരു പണിയുമില്ലേ? ഞാൻ ഇങ്ങോട്ട് വന്ന് നിനക്കെന്തോടെ കുഴപ്പം? പണിയുണ്ടോ ഇല്ലയെന്ന് നീ തീരുമാനിക്കണ്ട. എനിക്ക് പല പണിയും കാണും. നീ പണി തരല്ലേ. വരക്കാളി വന്ന് ഇനി ഒരു സമാധാനവുമില്ല. വാ ഷാദു, നമുക്ക് കളിക്കാൻ പോകാം. ഫയാസേ, ഇവിടെ വാടാ. എന്റെ പൊന്നു താത്തി, താത്തിക്ക് എന്താ പ്രശ്നം? നമ്മൾ ഇവിടെ നിന്ന് കളിച്ചോട്ടെ. താത്തിക്ക് എന്താ പ്രശ്നം? താത്തി താത്തിയുടെ ജോലി നോക്കി പോക്കോ. പ്രസംഗിച്ചത് മതി. പ്രസംഗിക്കാറാവുമ്പോ നമ്മൾ പറയും. ഇവിടെ വാടാ. വരാൻ. എന്താ താത്തി, എന്താ? ഞാൻ എന്തോ ചെയ്ത്? ഇനി അടിക്കാൻ വരുവാണോ? പിന്നെ തല്ലുകൊള്ളത്തിലല്ലേ നിന്റെ ഉള്ളൂ. എന്തെങ്കിലും ചോദിച്ചാ പിന്നെ ദേഷ്യപ്പെടുന്നത് എന്തിനാ? അല്ലണ്ണ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇനി ഇതിനിടയിൽ നിനക്ക് എന്താടാ പറയാനുള്ളത്? അല്ലണ്ണ, ആരടുത്തും ദേഷ്യപ്പെടുത്തുന്നോ സമാധാനമായിട്ടിരിക്കണമെന്നോ കുറച്ച് മുമ്പ് അണ്ണൻ പറഞ്ഞിരുന്നല്ലോ. ഇപ്പൊ അണ്ണൻ എല്ലാം അങ്ങ് മറന്നു പോയോ? ആ ശരിയാണല്ലോ. മുമ്പ് നമുക്ക് കുറേ
മാണിക്ക് നമുക്ക് ക്ലാസ് എടുത്തത് അണ്ണൻ മറന്നോ? അണ്ണന്റെ കാര്യമായപ്പോ അണ്ണനെങ്കിൽ ക്ലാസ് എടുത്തത് മറന്നോ? നിങ്ങളെ ഉപദേശിക്കുന്ന പരിപാടി ഞാനങ്ങ് നിർത്തി. നിങ്ങൾ ഇനി ഒരിക്കലും നന്നാവത്തില്ല. ഡാ എന്താടാ കൊച്ചുവല് വലിയ വർത്താനം? കൊച്ചുള്ളവരെ ഉപദേശിക്കുന്ന പണി അങ്ങ് നിർത്ത്. ഉപദേശിക്കാൻ വലിയ ആൾക്കാരുണ്ട്. നീ നിന്റെ പണി നോക്കിയാ മതി. താത്തി, ഞാൻ എന്തോ ചെയ്യാനാ? നിക്കണോ അതോ പോണോ? നീ നിക്കേ വേണ്ട, പോവേം വേണ്ട. ചാടാ. എടാ ചാടാൻ നിങ്ങൾ പ്രത്യേകം പറയണോ? ചാടടാ. അല്ല എന്താണ് തളച്ചാലോ? എന്താ പിള്ളേരെ തിന്നല്ല എല്ലായിടം നിർത്താല്ലോ. നീയാണെങ്കിൽ കുറച്ച് പിള്ളേരായിട്ട് ചാടിക്കുന്നത്. നിനക്ക് വീട്ടിൽ ജോലിയൊന്നുമില്ലേ? പഠിക്കാനൊന്നുമില്ലേ? ഇറങ്ങി പോയി. ഉണ്ണീക്ക, ഞാൻ പഠിക്കാനുള്ളതെല്ലാം പഠിച്ചു, ജോലി ചെയ്ത് തീർക്കുകയും ചെയ്തു. ഞാൻ ഈ പിള്ളേരായിട്ട് നിൽക്കുന്നതിന് ഉണ്ണിക്കാക്ക് എന്തോ കുഴപ്പം? നിർത്ത്. നീ കൂടുതൽ സംസാരിക്കണ്ട. സംസാരിക്കാറാകുമ്പോ ഞാൻ പറയാം. ചേടാ, ഇതാകെ പുൽവാലായല്ലോ. ഈ പിള്ളേരോട് എനിക്ക് സംസാരിച്ചൂടെ? എനിക്കിവിടെ കയറി വന്നൂടെ? നിന്നോട് നിർത്താൻ ഞാൻ 2 പ്രാവശ്യം പറഞ്ഞു. ഇനി നീ മിണ്ടിയ നിന്റെ കാലെ പിടിച്ച് ഞാൻ തലയിലടിക്കും. വേലപ്പനാണ് കേട്ടോ മോളെ. ഫോട്ടോ താത്തി, സാരമില്ല. ഉണ്ണിയൊക്കെ ഭയങ്കര ചൂടനാ. കരണ്ട താത്തി, സാരമില്ല, ചുമ്മാ പറഞ്ഞതല്ല. താത്തി, ഞാനൊരു കാര്യം പറയട്ടെ. എന്തുവാണ്? അതെ, കൊടുത്താ കൊല്ലത്ത് കിട്ടും, മനസ്സിലായ?